എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ വീഡിയോയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ സഫാരി മാൾ വരെ പോവുകയാണേ. നല്ല ചൂടാണ്, എന്നാലും പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പം നമ്മൾ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്, മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ലിഫ്റ്റേ കയറി താഴോട്ട് ഇറങ്ങാൻ നേരത്ത് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ തേണ്ട ഇപ്പം നടക്കുവാണ് അങ്ങോട്ട്. നല്ല ചൂടാണേ. അപ്പം നമ്മൾ താമസിക്കുന്നതിന് അടുത്താണ് ഈ സഫാരി മാൾ, അവിടെയോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേന് തേണ്ട ഞാൻ ഈ സൈഡ് പറ്റി പോവുകയാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാണേ. പിന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ചൂടത്ത് നടന്നും പോകണം. അതുപോലെ തന്നെയല്ല നമ്മൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണ്ടേ. അപ്പോൾ അത് കാരണം അത് വലിയൊരു പണി കിട്ടിയ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണാവേ. അതിന് ശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിച്ചു. അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അതിന് തേണ്ട ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഇരിക്കുവാണ്, വെയിറ്റ് ചെയ്തിരിക്കും. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ രാവിലെ. അപ്പോൾ ചേട്ടൻ തേണ്ട അവിടെ ദേഷ്യം കയറിയിരിക്കുകയാണ്, ഫുഡ് വരാത്തതിൻ്റെ ദേഷ്യത്തിൽ ഇങ്ങനെ കണ്ണുടച്ചിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേണ്ട ഫുഡ് വന്നിട്ടുണ്ട്. ചാർക്കോളാണ് അവന്, പെപ്പർ ചാർക്കോളാണ് അവൻ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ പൊറോട്ടയാണ് കിട്ടിയത്. പിന്നെ ഞാനും ചേട്ടനും പൊറോട്ടയും മീൻകറിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അപ്പോഴത്തേനും അന്നേരത്തേക്കിന് നമ്മളാകെ വിശന്ന് ആണ് നിൽക്കുന്നതും. ഇത്ര സമയം സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇവർ നടന്നും കൂടെ വന്നതാണ് ഇവർക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഞാൻ പറഞ്ഞു ഈ സമയം ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമാണ്. അതേ തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻകറിയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വെള്ളം ഇറങ്ങി വന്നപ്പോൾ ഇവർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ സാധനം എടുത്ത് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടാക്സിക്കാണേ വന്നേ. ഞാൻ ടാക്സിക്ക് വരത്തില്ലെന്ന് ഓർത്ത് അരിയൊന്നും വാങ്ങിച്ചില്ല. അരിയൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിക്കാൻ ഞാൻ അത് തന്നെയല്ല, ടാക്സി കൈ പിടിച്ചുകൊണ്ട് വരാൻ പാടല്ലേ, അത് കാരണം വാങ്ങിച്ചുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ ടാക്സിക്ക് പോകുന്നതെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വാങ്ങിക്കാനൊന്നും നിന്നില്ല, പിന്നെ പെട്ടെന്ന് ഇങ്ങ് പോരുവാണ് ചെയ്തത്. വന്നതിന് ശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇറച്ചി മീൻ അങ്ങനെയുള്ളതൊക്കെ ഞാൻ വൈകിട്ട് തന്നെ ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചു. അതിനിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുമായിരുന്നു. എനിക്ക് വയ്യായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് കിടക്കണമെന്ന് തോന്നി. അത് കാരണം പിന്നെ അങ്ങ് കിടക്കുകയും ചെയ്തു. കഴിഞ്ഞിട്ട് ഇതേ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുവാണേ. അപ്പോൾ പച്ചമുളകിനൊക്കെ നല്ല വില, ഒരു രക്ഷയില്ലാത്ത വിലയാണ്. നേരത്തേക്ക് 6 ദിറംസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ, ഇപ്പോൾ അത് 16 ദിറംസൊക്കെ, അത്രയും കൂടുതലായി. അതുപോലെ തന്നെ തേങ്ങയ്ക്കും എല്ലാ സാധനത്തിനും നല്ല വിലയായിട്ടുണ്ട് ഇപ്പം. അത് നമുക്ക് പച്ചക്കറിക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയായി ഇപ്പം. എന്നാന്നറിയത്തില്ല, ഈയിടെയായിട്ട് ഭയങ്കര എല്ലാ സാധനത്തിനും പൊതുവെ വില കൂടുതലാണ്. അപ്പോൾ എല്ലാം കുറേശ്ശെ ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ മേടിച്ചിട്ടുണ്ട്, പിന്നെ അവക്കാഡോ മേടിച്ചതാണ്, പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു ക്യാപ്സിക്കം ചുമ്മാ എടുത്താണ് അവിടെ ഇരുന്നപ്പോഴത്തേന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സവോളയും ഉള്ളിയും മേടിച്ചു. ഉള്ളിക്കൊക്കെ നല്ല വിലയാണ്, 12-16 ദിറംസൊക്കെയാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, ഒരു 100 ഗ്രാം 150 ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ എല്ലാം. പിന്നെ കൂടുതൽ ഓഫറുള്ളപ്പോൾ സമയത്ത് എടുക്കുന്ന പോലെ ഇത് ഇഞ്ചിക്കും നല്ല വില, 11 ദിറംസോ 12 ദിറംസോ എങ്ങാണ്ടൊക്കെയാണ്. അതും കുറച്ചെടുത്ത്. ഇഞ്ചിയൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള സാധനമല്ലേ, അതുകൊണ്ട് അതൊക്കെ എടുത്തു. പിന്നെ നാരങ്ങ വാങ്ങിച്ചു. നാരങ്ങയ്ക്ക് ഇച്ചിരി വിലക്കുറവാണേ. ചൂടായതുകൊണ്ട് ഇടയ്ക്ക് ഒരു നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിക്കാമെന്ന് വിചാരിച്ചാണ് അതും വാങ്ങിച്ചത്. പിന്നെ കുക്കുംബർ മേടിച്ചു, അതിന് വിലക്കുറവാണ്. ഒരു ദിറംസോ 1.5 ദിറംസോ എങ്ങാണ്ടേ ഉള്ളായിരുന്നു തോന്നുന്നു. പിന്നെ 2-3 ആപ്പിളൊക്കെ എടുത്താണ്, ചുമ്മാ ചൂടല്ലേ എന്തെങ്കിലും ചെയ്യാവുന്ന. അതിനൊക്കെ ഇച്ചിരി വിലക്കുറവുണ്ട്, 5 ദിറംസൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് വില നോക്കിയില്ല. പിന്നെ കുറച്ച് സവോളയും മേടിച്ചു. സവോളയ്ക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. പിന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങളൊന്നും മേടിച്ചില്ല. അതുപോലെ തന്നെ പഞ്ചസാര തീർന്നിരിക്കുമായിരുന്നു, അത് മേടിച്ചു. പിന്നെ അത് ചീര വാങ്ങിച്ചായിരുന്നു. പിന്നെ കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയൊക്കെ മേടിച്ചു. അതെല്ലാം ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇന്നലെ തന്നെ എടുത്തു വെച്ച്. ഇനി ഇതൊക്കെ ഒന്ന് എല്ലാം ഞാൻ എടുത്ത് ഇനി കഴുകി എല്ലാം പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് വെക്കണം. ഇത്രയും വില കൂടുതലാണ്ട് എല്ലാം സൂക്ഷ്മതയോട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും. ഒത്തിരി പൈസയാവും ഇവിടുത്തെ സാധനങ്ങൾ വേണ്ടി ഇനി മുന്നോട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ചെറിയ ഷോപ്പിംഗ് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ വ്ളോഗിനകത്തെ വിശേഷങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.